I have found a friend in Jesus. He is everything to me. He's the fairest of 10,000 to my soul. He's the lily of the valley. In Him alone I see all I need to cleanse and make me fully whole. In sorrows He's my comfort, in trouble He's my stay. He tells me He care on Him to roll. He's the lily of the valley, bright and morning star. He's the fairest of 10,000 to my soul. He will never, never leave me, nor yet forsake me here. Faith and do His blessed will. A wall of fire about me, I have nothing now to fear. From His manna He my. ആന്തരിക മുറിവുകൾ ഉള്ളവർക്ക് വരുവാൻ കഴിയുന്ന മറ്റൊരു മേഖലയാണ് ലൈംഗികമാകുന്ന മേഖലകളിൽ അവർക്ക് സംഘർഷങ്ങൾ ഉണ്ടാകും. അതിനാൽ ഗോഡ്ലി സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം വളരെ ഗൗരവമേറിയൊരു ഭാഗമാണ്. അത് ആന്തരിക സൗഖ്യവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഞാൻ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ സദസ്സിനെ ബഹുമാനിക്കുന്നു. ഈ സദസ്സിൽ പ്രായമുള്ളവരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ വന്നിട്ടുണ്ട്, കുഞ്ഞുങ്ങളുമുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ, പ്രായം കുറഞ്ഞവരുമുണ്ട്. അപ്പോൾ ആ സദസ്സിനെ ബഹുമാനിച്ച് അതിൻ്റെ സഭ്യതയോടുകൂടിയാണ്, ഞാൻ ആ ഡീസൻസിയോടുകൂടിയാണ് എനിക്ക് ഈ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കഴിയുന്നത്. എന്നാൽ തുറന്ന് പറയാതിരിക്കുവാൻ കഴിയുകയില്ല. ആ ഡീസൻസിയിൽ നിന്ന് ഞാൻ അകന്നു പോകാതെ ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ മനഃപൂർവ്വമായി സഹകരിക്കണമേ എന്ന് ഞാൻ വിനയപുരസ്സരം ഓർപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ സഭയിൽ പഠിപ്പിക്കാത്തത് മൂലമായിട്ട് സഭയിൽ ഈ കാര്യങ്ങൾ പലരും ഇഗ്നോറൻ്റായിരിക്കുന്നു. ദൈവമക്കൾ തന്നെ ഇഗ്നോറൻ്റ് ആയിരിക്കുന്നതിനാൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ലോകത്തിൽ നിന്നാണ് ഇത് പഠിക്കുന്നത്. എൻ്റെ 2 പെൺകുട്ടികൾ ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ള ഈ സദസ്സിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങളിൽ ചില ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ലൈംഗിക ചിന്തകൾ, ഗോഡ്ലി സെക്ഷുവാലിറ്റി, ലൈംഗികത എന്ന് പറയുന്നത് ദൈവം തന്നെ മനുഷ്യന് ദാനമായി നൽകിയതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ചരിത്രം ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവനോട് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞതിനെ വാഴുവീൻ. അപ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്ന് വീണു പോകുന്നതിന് മുന്നമേ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ദൈവമിനെ സൃഷ്ടിച്ചപ്പോൾ അപ്പോൾ തന്നെ അവനോട് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ വാഴുവീൻ. പ്രധാനമായിട്ടുള്ള ലൈംഗികതയുടെ ഉദ്ദേശമെന്ന് പറയുന്നത് അടുത്ത തലമുറയെ സൃഷ്ടിക്കുക അഥവാ സന്താനങ്ങളെ സൃഷ്ടിക്കുക എന്നതാണ് ലൈംഗികതയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിനാൽ ലൈംഗികത ദൈവത്തിൽ നിന്ന് മനുഷ്യന് ലഭിച്ചതാണ്. ദൈവത്തിൽ നിന്ന് ദൈവം എന്തുകൊണ്ട് മനുഷ്യനത് കൊടുത്തു? ഉദ്ദേശം മറ്റൊന്നുമല്ല, ഭൂമിയെ മനുഷ്യരെ കൊണ്ട് നിറയ്ക്കുക. ഈ ഭൂമി ദൈവമാർക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്, ദൂതന്മാർക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. എന്നാൽ അതിലൊരു പ്രധാന ദൂതൻ പാപം ചെയ്ത് വീണുപോയി. അവനായിരുന്നു ഈ ഭൂമിയുടെ രാജാവ്.
അവൻ വീണുപോയതിനാൽ ഒരു പുതിയ കൂട്ടത്തെ ദൈവം സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യനെ ഈ ഭൂമിയുടെ രാജാവാക്കി. ദൈവരാജ്യത്തിന്റെ ഭാഗമാകുന്ന ഈ ഭൂമിയിൽ ആദം രാജാവായിരുന്നു. ആ ആദം രാജാവാകുന്ന ആദം അവന്റെ സന്തതികളെ കൊണ്ട് ഈ ഭൂമിയിൽ നിറയണമെന്നുണ്ടെങ്കിൽ ആ സന്താന പുഷ്ടിയുള്ളവരായി തീരുവാൻ വേണ്ടിയാണ് ദൈവം ലൈംഗികത മനുഷ്യന് കൊടുത്തത്. ലൈംഗികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അതാകുന്നു. അതിനാൽ ലൈംഗികത എവിടെ മാത്രമാണ് വിശുദ്ധമായിരിക്കുന്നത്? മാരേജിൽ മാത്രമാണ്, വിവാഹ ബന്ധത്തിൽ മാത്രമാണ് ലൈംഗികത വിശുദ്ധമായിരിക്കുന്നത്. വിവാഹ ബന്ധത്തിന് പുറത്തുള്ള എല്ലാ ലൈംഗികതകളും അതേതു നിലയിലുള്ള ലൈംഗികതകളാകുന്നു എങ്കിലും അപകടകരമാകുന്നു എന്ന് വിനയപുരസ്സരം ഓർപ്പിക്കുകയാണ്. പാപങ്ങൾ, ഒരുപാട് പാപങ്ങളുണ്ട്. മദ്യപാനം, പുകവലി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പാപങ്ങളുണ്ട്. മർഡർ, അങ്ങനെയുള്ള പല പാപങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും ഗുരുതരമായി ഈ തലമുറയിൽ മനുഷ്യൻ നേരിടുന്ന സംഘർഷം എന്ന് പറയുന്നത് ലൈംഗികതയുമായുള്ള ബന്ധത്തിലാണ്. പിശാച് തന്നെ ഈ ഭൂമിയിൽ കൊലപാതകത്തിൻ്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്, പലതും വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും അധികം ലൈംഗികതയുടെ മേഖലകളിൽ മനുഷ്യനെ വീഴ്ത്തുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഇന്ന് ഭൂമിയിൽ വർദ്ധിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി ദൈവജനം വളരെ സൂക്ഷ്മതയോടും അതോടൊന്നിച്ച് ഗൗരവത്തോടും ഈ കാര്യങ്ങളെ കാണേണ്ടത് ആവശ്യമാണ്. മാരേജിൽ മാത്രമാണ് ലൈംഗികത വിശുദ്ധമായിരിക്കുന്നത്. കാരണം മാരേജ് എന്ന് പറയുന്നത് ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാകുന്നു. ഗാഡ് ദ ഫാദർ, ദൈവം ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ മുഴുവൻ ദൈവം നിറഞ്ഞു നിൽക്കുകയാണ്. ഗാഡ് ദ ഫാദർ തന്നെയാണ് ആദ്യത്തെ വിവാഹം നടത്തിയത്. ഏദൻ തോട്ടത്തിൽ ദൈവമാകുന്നു. ആ ദൈവം വിവാഹം നടത്തുമ്പോൾ ആ വിവാഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കവനന്റ്, ഉടമ്പടി, കവനന്റ് റിലേഷൻഷിപ്പാണ് വിവാഹത്തിന്റെ ആധാരം എന്ന് പറയുന്നത്. വിവാഹം സുഖങ്ങൾക്ക് വേണ്ടി, അഥവാ ലൈംഗികത എന്ന് പറയുന്നത് താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ഏതെങ്കിലും എൻജോയ്മെന്റിന് വേണ്ടിയുള്ള ഒരു സംവിധാനമല്ല. ലൈംഗികത എന്ന് പറയുന്നത് കവനന്റ് റിലേഷൻഷിപ്പിൽ പുത്രോൽപാദനത്തിന് വേണ്ടിയുള്ളതാണ് ലൈംഗികത എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ കർത്താവ് സന്തോഷം നൽകി തരുവാൻ വിശ്വസ്തനാണ്. അതിനാൽ ലൈംഗികത സംഭവിക്കുന്ന സന്ദർഭത്തിൽ അത് മാരേജിൽ സംഭവിക്കേണ്ടത് ആവശ്യമാണ്. മാരേജിൽ അത് സംഭവിക്കുമ്പോൾ പുരുഷൻ, ഹസ്ബൻഡ് വൈഫ്, അവർ മാരേജിൽ കവനന്റ് ആ കവനന്റ് റിലേഷൻഷിപ്പിൽ, മാരേജിൽ കവനന്റ് ഓഫ് മാരേജ് ആ കവനന്റ് ഓഫ് ഇവർ രണ്ടുപേരും യോജിപ്പിച്ചിരിക്കുന്നത് എന്താണ്? കവനന്റ് ഓഫ് മാരേജിലാണ്. പാസ്റ്റേഴ്സ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവർ രണ്ട് ആത്മാക്കളാണ്, ഇവരുടെ ശരീരങ്ങളെ തമ്മിലല്ല യോജിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവരെ ശരീരങ്ങൾ തമ്മിലായിരുന്നുവെങ്കിൽ കയറുകൊണ്ട് കെട്ടാമായിരുന്നു, അല്ലെങ്കിൽ കമ്പി കൊണ്ട് കെട്ടാമായിരുന്നു. പക്ഷെ ഇവർ ആത്മാക്കളാകുന്നതിനാൽ ഇവരുടെ ആത്മാവിനെ യോജിപ്പിക്കുവാൻ ആത്മാവാകുന്ന ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ ആ പാസ്റ്റർമാർ കൈപിടിച്ച് യോജിപ്പിക്കുന്നത്. അതിനാൽ ലൈംഗികത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നോയിങ്, ഫ്ലഷ് ടു ഫ്ലഷ് നോയിങ് അല്ല, സ്പിരിറ്റ് ടു സ്പിരിറ്റ് നോയിങ് ആണ്. മലയാളത്തിൽ പരിഗ്രഹിച്ചു എന്ന വാക്ക് എഴുതിയിരിക്കുന്നത് നോയിങ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ വരുന്നത്. അവിടെ ശരീരങ്ങൾ തമ്മിലുള്ള പരിഗ്രഹിക്കുക എന്നതല്ല, നോയിങ് അല്ല, ദാറ്റ് ഈസ് സ്പിരിറ്റ് ടു സ്പിരിറ്റ് നോയിങ്. എന്നാൽ ഈ സ്പിരിറ്റ് ടു സ്പിരിറ്റ് നോയിങ്, അത് ഞാൻ വിശദീകരിക്കും, ഇവിടെ മാത്രമേ നടക്കുകയുള്ളൂ. കവനന്റ് റിലേഷൻഷിപ്പിലെ മാരേജിൽ മാത്രമേ സ്പിരിറ്റ് ടു സ്പിരിറ്റ് നോയിങ് നടക്കത്തുള്ളൂ. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ സ്പിരിറ്റിൽ ആര് വന്നിരിക്കുന്നു? പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നു. ആ വ്യക്തി പോയി വ്യഭിചാരം ചെയ്യുകയാണെങ്കിൽ സ്പിരിറ്റ് ടു സ്പിരിറ്റ് നോയിങ് അല്ല നടക്കുന്നത്, ഫ്ലഷ് ടു ഫ്ലഷ് നോയിങ് ആണ് നടക്കുന്നത്. ഫ്ലഷ് ടു ഫ്ലഷ് നോയിങ് അപകടകരമാണ്. ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ, കവനന്റ് റിലേഷൻഷിപ്പിൽ സ്പിരിറ്റ് ടു സ്പിരിറ്റ് നോയിങ് നടക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ, സ്പിരിറ്റ് സോൾ ബോഡി, മൂന്ന് കാര്യങ്ങളും യോജിപ്പിലാണ് ഇവിടെ സെക്ഷൽ റിലേഷൻഷിപ്പ് നടക്കുന്നത്. ആ സെക്ഷൽ റിലേഷൻഷിപ്പിൽ നടക്കുമ്പോൾ ഇവിടെ വൺ ബോഡി ആയി തീരുകയാണ്. അതിനാലാണ് ഈ ലോകത്തിലേറ്റവും യോജിക്കുവാൻ കഴിയുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃ ബന്ധമാണ്. അവിടെ വെളിപ്പെടുന്ന ഐക്യത പോലെ വേറെ എങ്ങും ഐക്യത വെളിപ്പെടുകയില്ല.
എന്നാൽ ഇന്നത്തെ ആധുനിക ലോകത്തിലെ ഭാര്യ ഭർത്തൃബന്ധത്തെ നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. പിശാച് മനുഷ്യനെ ചതിച്ചില്ലേ? മനുഷ്യന് ഏറ്റവും അധികം യോജിപ്പ് പ്രാപിക്കുവാൻ കഴിയുന്ന അവിടെയല്ലേ പിശാച് കൊണ്ടുവന്ന് ഏറ്റവും വലിയ വിയോജിപ്പ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? അത് നമുക്ക് സംഭവിക്കരുത്. ഈ കവനന്റ് മാരേജ് റിലേഷൻഷിപ്പിൽ ഇവർ വൺ ബോഡി ആയി തീരുമ്പോൾ ഈ സമയത്ത് ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്ന് എന്തു വരുന്നു? ബ്ലെസ്സിങ്സ്. ദൈവത്തിൽ നിന്ന് ബ്ലെസ്സിങ്സ് വരുന്നു. ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ തന്നെ അവൻ നഗ്നനായി തീരുവാനിടയായി. ആ നഗ്നനായി തീരുന്നപ്പോൾ അവൻ്റെ ആദ്യത്തെ സംരക്ഷണം എന്ന് പറയുന്നത് എന്തായിരുന്നു അറിയാമോ? വസ്ത്രമായിരുന്നു. അതുകൊണ്ടാണ് ഉടൻ തന്നെ അവനെ വസ്ത്രം ഉടുപ്പിക്കുവാനിടയായി. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇവിടെ പല പ്രൊട്ടക്ഷൻസ് ഉണ്ട്. ഈ ബിൽഡിംഗ് തന്നെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. താഴെ ചിലപ്പോൾ പോലീസുകാരാണ്, അവരും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രൊട്ടക്ഷൻസിനെല്ലാം ഉപരിയായിട്ട് നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്ന ഫേസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ പ്രൊട്ടക്ഷൻ. ഈ വസ്ത്രത്തിൻ്റെ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുന്ന ആ വസ്ത്രം അല്ലെങ്കിൽ നഗ്നരാകുന്ന ഒരിടമാണ് കവനന്റ് ഓഫ് മാരേജിൽ നടക്കുന്ന ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. അവിടെ ഇവർ നഗ്നരാകുന്ന സന്ദർഭത്തിൽ സംരക്ഷണം നഷ്ടപ്പെടുകയാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും മൗലികമാകുന്ന സംരക്ഷണമാകുന്ന വസ്ത്രം അവർ നഗ്നരാകുന്ന സമയത്ത് ഏറ്റവും അപകടകരമാകുന്ന കാര്യമാണ്. ദൈവം അവിടെ ഉള്ളതിനാൽ ഇവർക്ക് ആരുടെ പ്രൊട്ടക്ഷൻസ് കിട്ടുന്നുണ്ട്? ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ. മാരേജ് റിലേഷൻഷിപ്പിലെ സെക്ഷൽ റിലേഷൻഷിപ്പ് വൺ ബോഡി ആകുന്നത് കവനന്റ് ഓഫ് മാരേജിൽ വരുന്നതാണ്. ആ കവനന്റ് ഓഫ് മാരേജിൽ വരുന്നുണ്ടെങ്കിൽ ഗാഡ് ദ ഫാദർ ബ്ലസ് ചെയ്യുന്നവരെ, ആ ബ്ലെസ്സിങ്സ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഗോഡ്ലി ജനറേഷൻസിനെ ലഭിക്കുന്നത്. ദൈവത്താൽ ഉൽപ്പാദിതമാകുന്ന ജനറേഷൻസിനെ അവർക്ക് ലഭിക്കുവാനിട വരുന്നു. മറ്റൊരുപാട് ബ്ലെസ്സിങ്സ് അവർക്ക് ലഭിക്കുന്നു. ആ സമയത്ത് ഗോഡ്ലി മാരേജിനുള്ളിൽ, കവനന്റ് ഓഫ് മാരേജിനുള്ളിൽ അവർ ആ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ആയിരിക്കുമ്പോൾ അവർ ആയിരിക്കുന്ന ഇടത്ത് ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒരു ദുഷ്ടശക്തിക്കും അവിടെ വരുവാനോ നോക്കുവാനോ കഴിയുകയില്ല. ടോട്ടലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു അത്ഭുതകരമാകുന്ന അനുഭവമാണ് കവനന്റ് ഓഫ് മാരേജിലെ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ബ്ലെസ്സിങ്സ് ലഭിക്കുവാനിട വരുന്നു. നിങ്ങൾ വൺ ഫ്ലെഷ് ആയി തീരുവാൻ പോകുന്നു. ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇതിന് പുറത്ത് മാരേജിന് പുറത്തുള്ള പല സെക്ഷൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ അതിൽ ചിലതൊക്കെ പരാമർശിക്കുന്നതായിരിക്കും. ഇപ്പം ഇത് കവനന്റ് ഓഫ് മാരേജ് ആണ്. ഈ കവനന്റ് ഓഫ് മാരേജിന് പുറത്ത് സെക്ഷൽ പാഷൻ, ഒരു സെക്ഷൽ പാഷൻ മുഖാന്തരമായിട്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി അവരിൽ സെക്ഷൽ പാഷൻ ഉണ്ടായി. ഈ സെക്ഷൽ പാഷൻ ഉത്തേജനം ഉണ്ടാകുന്നത് പുരുഷന്മാരിൽ ഉത്തേജനം ഉണ്ടാകുന്നത് നോട്ടത്തിലൂടെയാണ്. നിങ്ങളത് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ആവശ്യമില്ലാത്ത നോട്ടങ്ങൾ മുഴുവൻ അവോയ്ഡ് ചെയ്യുക. ആ നോട്ടം അവോയ്ഡ് ചെയ്യുവാൻ അതോടൊന്നിച്ച് അപ്പോൾ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ വസ്ത്രധാരണം മാന്യമായിരിക്കണം. നമ്മൾ ഡൽഹിയിൽ ഒരു വാർത്ത വായിക്കുന്നു, ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്തു. അപ്പോൾ സ്ത്രീകളെല്ലാം തെരുവിലിറങ്ങി ഭയങ്കര പ്രകടനം നടത്തുകയാണ്. പക്ഷേ ആ സ്ത്രീകൾക്ക് ഒരു പ്രധാനപ്പെട്ട സന്ദേശം കൊടുക്കേണ്ടത് ആവശ്യമാണ്. മാന്യമായി വസ്ത്രം ധരിക്കണം. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, പുരുഷൻ ലൈംഗികമായി ഉത്തേജിക്കപ്പെടുന്നത് സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ കണ്ടാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സംസാരത്തിലൂടെയാണ് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നത്, നോട്ടത്തിലൂടെയല്ല. സംസാരത്തിലൂടെ അടുത്തിരുന്ന് സംസാരിക്കുന്നതിലൂടെയാണ് സ്ത്രീക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നത്. പുരുഷൻ ലൈംഗികമായി ഉത്തേജിക്കപ്പെടുന്നത് നോട്ടത്തിലൂടെയാണ്. നോട്ടം സൂക്ഷിക്കണം. ബൈബിളിൽ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് നോക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവിന് പ്രത്യേകമായിട്ട് നിങ്ങളോട് ആരോടും വിരോധം ഉണ്ടായിട്ടല്ല പറഞ്ഞത്. നമ്മെ സൂക്ഷിക്കുവാനും നമ്മെ രക്ഷിക്കുവാനും വേണ്ടി കർത്താവ് ഉദ്ദേശിക്കുന്നതിനാലാണ് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ, അങ്ങനെയുള്ള കൽപ്പനകൾ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആവശ്യമില്ലാത്ത നോട്ടങ്ങളെല്ലാം അവസാനിപ്പിക്കുക.
അപ്പോൾ ആ നോട്ടങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കും പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മൊബൈൽ ഫോൺസ്, ആ മൊബൈൽ ഫോൺസിൽ ആവശ്യമില്ലാത്തതെല്ലാം അവസാനിപ്പിക്കുക. ഇൻ്റർനെറ്റിൽ പോണോഗ്രാഫി എന്ന് പറയുന്നത്, പോണോഗ്രാഫിയെക്കുറിച്ച് ഒരാൾ പറഞ്ഞിരിക്കുന്നത് അതിന് ഓഫ് സ്വിച്ച് ഇല്ല. ഒരുത്തൻ തുടങ്ങിപ്പോയെങ്കിൽ പിന്നെ അവൻ്റെ ജീവകാലം മുഴുവൻ അതിന് അടിമയായി തീർന്നു. രാത്രി 2 മണിക്ക് യൂറിൻ പാസ് ചെയ്യാൻ മനുഷ്യൻ എഴുന്നേറ്റു. എന്നാൽ മെയിലൊന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ചു. മെയിലൊന്ന് തുറന്നു. അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത സൈറ്റ് കയറി വന്നു. അങ്ങ് ഇരുന്നു കഴിഞ്ഞു. 2 മണിക്ക് ഇരുന്നു, 3 മണി വരെ പോണോഗ്രാഫി കണ്ടുകൊണ്ടിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാത്രി 2 മണിയായപ്പോൾ കറക്റ്റ് അവൻ എഴുന്നേറ്റു. പ്രാർത്ഥിക്കാൻ നമ്മൾ അങ്ങനെ എഴുന്നേൽക്കുകയല്ല. 3 മണിക്ക് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയാൽ കൃത്യമായിട്ട് നമ്മൾ അന്നേരം അലാറം അടിച്ച് പ്രാർത്ഥിട്ട് പിന്നെയും കിടന്ന് നമ്മൾ പുതച്ചു മേടി കിടന്നുറങ്ങും. ഇയാൾ കൃത്യം പിന്നെയും മാസങ്ങളായിട്ട് 2 മണിയാകുമ്പോൾ ഇയാൾ എഴുന്നേക്കും. ഭാര്യയും കുഞ്ഞുങ്ങളും അവിടെ കിടന്നുറങ്ങുകയാണ്. ഈ അനർത്ഥങ്ങൾ മനസ്സിലാക്കി, പോണോഗ്രാഫി കൊണ്ട് യാതൊരു ഗുണവുമില്ല. പോണോഗ്രാഫി മൂലമായിട്ട് ലോകവ്യാപകമായി രോഗങ്ങളുടെ എണ്ണം, പിശാചിന് മനുഷ്യനെ നേരിട്ട് അവൻ്റെ അകത്ത് കയറാനുള്ള ഏറ്റവും നല്ല സംവിധാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഐ കോണ്ടാക്റ്റുകളിലൂടെ പല സംഭവങ്ങളും അകത്ത് കയറും. ഇന്ദ്രിയങ്ങൾ അകത്തോട്ട് കയറ്റുന്നതാണല്ലോ, അതൊരു ഓപ്പൺ ഡോറാണ്, തുറന്നു കിടക്കുന്നൊരു വാതിലാണ്. ആ വാതിലൂടെ ആവശ്യമില്ലാതെ തുറന്നിടുകയാണെന്നുണ്ടെങ്കിൽ ദുഷ്ടൻ അതിലൂടെ അകത്ത് കയറുവാനിട വരും. ഇത് നിങ്ങൾ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പോണോഗ്രാഫി ഉണ്ടെങ്കിൽ നിങ്ങൾ കൗൺസിലേഴ്സിനോട് ഓപ്പണായിട്ട് പറയണം, പോണോഗ്രാഫി പ്രശ്നമുണ്ട്. അതൊന്നും ഇന്നത്തെ കാലത്തൊരു മേജർ പ്രശ്നമല്ല. കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആളുകളോട് പറയുന്നത്, എനിക്ക് കള്ളുകൂടിയുടെ പ്രശ്നമുണ്ട് പാസ്റ്റർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. യെസ്, അതുകൊണ്ട് പാസ്റ്റർക്ക് നിങ്ങളോട് വിരോധം ഉണ്ടാവും? ഇല്ല. കൗൺസിലേഴ്സിനോട് നിങ്ങൾ പോണോഗ്രാഫി പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയണം. പോണോഗ്രാഫി പ്രോബ്ലം ഉള്ളവർ അവർ തീരുമാനങ്ങളെടുക്കും. വേണ്ടി വന്നു കഴിഞ്ഞാൽ നെറ്റ് കട്ട് ചെയ്യണം, വീട്ടിൽ നിന്ന് നെറ്റ് കട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ എടുത്തിട്ട് ഓപ്പൺ പ്ലേസിൽ വെക്കണം, ഡൈനിങ് റൂമിൽ വെക്കണം. എപ്പോഴും ഭാര്യയ്ക്കും പിള്ളേർക്കും എല്ലാം കാണത്തക്കൊണ്ടുള്ള എടുത്ത് നിങ്ങളുടെ കമ്പ്യൂട്ടർ എടുത്ത് വെക്കണം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒന്നിലധികം ആളുകൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ എല്ലാം ഏത് ഫോൾഡർ ഓപ്പൺ ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കണം. രഹസ്യങ്ങളുണ്ടാകത്തില്ല. നിങ്ങളുടെ മേൽ ചില കാര്യങ്ങൾ നോക്കുവാൻ മറ്റു പലർക്കും അവകാശം ലഭിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഞാൻ പറയുകയാണ്, സോഷ്യൽ നെറ്റ്വർക്ക്സ്, നമുക്കെല്ലാവർക്കും ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ട്സ് ഉണ്ട്. പക്ഷെ ഫേസ്ബുക്കിൽ കയറിയിട്ട് എന്തിനാ ഈ 2-3 മണിക്കൂർ സമയം ചിലവഴിക്കുന്നത്? വേസ്റ്റ്. നമ്മൾ ചാറ്റിങ്ങിന് കയറിയിരിക്കുന്നു. ചാറ്റിംഗ് എന്ന് പറയുന്ന പരിപാടി നിർത്തണം. എന്ത് ചാറ്റ് ചെയ്യാൻ? ദുഷ്ടൻ നിന്നെ പാറ്റും. ഒടുവിൽ നീ അതിന് പോയിട്ട് അവസാനം ഉഗാണ്ട എന്നൊരു ചെറുക്കൻ കയറി വന്നു. അപ്പോൾ അവൻ പരിചയമായി, പിറ്റേ ദിവസം വന്നു. പിന്നെ അവനപ്പം കൊച്ചി വരണം. എന്തിനാ ഈ തലവേദനയ്ക്കൊക്കെ പോകുന്നത്? ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവിടെ വേറെ എങ്ങാണ്ട് കിടക്കുന്നവരൊക്കെ കയറി വന്നു, ആവശ്യമില്ലാതെ വന്നു. ഒരുത്തനപ്പോൾ വന്നു, വിസ അയച്ചു തരാം, പൈസ ടിക്കറ്റും അയച്ചു തരാം, സിംഗപ്പൂരിന് വരിക. കയറിപ്പോയി 10 ദിവസം അവിടെ താമസിക്കുന്നു. ഇവിടുത്തെ സിറ്റീസിലൊക്കെ നിങ്ങളുടെ കുട്ടികളെയൊക്കെ സിറ്റീസിൽ അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേൽനോട്ടം ഉണ്ടാകണം. സിറ്റീസിലൊക്കെ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് താമസിക്കുക. ആരോടെങ്കിലും കൂടെ ബാംഗ്ലൂരിൽ പോകുന്നു, ഡൽഹിയിൽ പോകുന്നു, അങ്ങ് താമസിക്കുക. ഒരു ഫ്ലാറ്റ് എടുത്ത് 2 പേരും അങ്ങ് താമസിക്കുക. പിന്നെ കുറേ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് അവർ 2 പേരും 2 വഴിക്ക് പോയി. 2 വഴിക്ക് പോയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ 2 പേരെയും കല്യാണം കഴിച്ചു. അപ്പോൾ സോൾ ടൈസ് എന്ന് പറയുന്നൊരു കാര്യം ഇതിനുശേഷം കർത്താവിന്റെ ദാസൻ പഠിപ്പിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ ഈ സെക്ഷൽ പാഷന്റെ അടിസ്ഥാനത്തിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും തമ്മിൽ ദൈവത്തിൻ്റെ കവനന്റിന്റെ പുറത്ത് സെക്ഷൽ പാഷനിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ അവരുടെ സ്പിരിറ്റ് ടു സ്പിരിറ്റ് നോയിങ് നടക്കാത്തത് കൊണ്ട് അവരുടെ സോളും ഫ്ലഷുമാണ് അതിൽ ആക്റ്റീവ് ആകും. അപ്പോൾ അവർക്കൊരു സോൾ ടൈ ഉണ്ടാകും. സോൾ ടൈ. ഏറ്റവും കൂടുതൽ വിവാഹ ബന്ധങ്ങളിൽ നിന്ന് തകരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സീക്രട്ട് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ അപ്പോൾ കൊച്ചു പറയും, ആ അമ്മായി ഇപ്പം ശരിയല്ല, ആ പ്രശ്നമുണ്ട്, അച്ചായൻ അവിടെ പോയി, അതാണ്. ഇതൊന്നുമല്ല മോളെ പ്രശ്നം. നിങ്ങളുടെ പഴയ ബന്ധങ്ങൾ. അവയുടെ ജോലി ശരിയല്ല, അയാൾ അങ്ങനെ രാത്രിയിൽ 8 മണിക്ക് വരുന്നില്ല. ഇതൊന്നുമല്ല മക്കളെ പ്രശ്നം. ദിസ് ഈസ്
ടോട്ടലി സ്പിരിച്വൽ. നിന്റെ പഴയ ബന്ധങ്ങൾ, കല്യാണം കഴിച്ച് 2 കൊല്ലത്തിനുള്ളിൽ മാരേജ്, ഡിവോഴ്സ് കോടതിയിൽ നിൽക്കേണ്ട ഗതികേടാണോ നിനക്ക് വന്നിരിക്കുന്നത്? ഇവരുടെ സോൾ ടൈം ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ കാത്തലിക് ചർച്ചിലൊക്കെ ആണെങ്കിൽ അവർക്ക് കല്യാണത്തിന് മുമ്പ് കൗൺസിലിംഗ് ഉണ്ട്. യഥാർത്ഥത്തിൽ വിവാഹത്തിന് മുന്നമേ ചെറുക്കനും പെണ്ണും ഒരു ക്രിസ്ത്യൻ കൗൺസിലിങ്ങിന് വിധേയമായി മുൻപ് എന്തെങ്കിലും പരാജയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പരിഹരിക്കണം. സോൾ ടൈസിനെ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഇവൾ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്. കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ഇവളുടെ കൂടിപ്പോൾ അല്ലെങ്കിൽ ആ ചെറുക്കൻ്റെ കൂടിപ്പോൾ ഇത് എക്സുമായിട്ടുള്ള ബന്ധം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഇത് വൈയുമായിട്ടുള്ള ബന്ധം കോളേജിൽ പഠിക്കുമ്പോൾ, ഇത് ജോലിക്ക് ചേർന്നപ്പോൾ ഇസഡുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ഇവിടെ കൂടെ ഇത് എ, അവിടെ ബന്ധം ബി, സി. അപ്പൊ കല്യാണത്തിന് ഇവർ തമ്മിൽ കൈ കൊടുക്കുമ്പോൾ ആരൂടെ ഉണ്ട്? ABC, XYZ ഉണ്ട്. ഓൾമോസ്റ്റ് 10 പേരാ അവിടെ കല്യാണത്തിൽ പങ്കാളികളായിരിക്കുന്നത്. നമ്മൾ 2 പേരെ കാണുന്നുള്ളൂ. എന്നിട്ട് കല്യാണം കഴിച്ചു കഴിയുന്നുണ്ടെ ഇവർ തമ്മിൽ ഒന്നിച്ചു തരാൻ പോകുന്നുണ്ടെ എയും എക്സും എല്ലാം ഇവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് അമ്മായിപ്പൻ ശരിയല്ല, അമ്മായിമ്മ ശരിയല്ല. അമ്മായിപ്പനും അമ്മായിമ്മയും അല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ എക്സും വൈയും ഇസഡും ABC ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതിനെ കട്ട് ചെയ്യണം. സോൾനെ, ഈ സോൾ ടൈസിനെ കട്ട് ചെയ്യണം. ഈ സോൾ ടൈസിനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കുവാൻ വിശ്വസ്തനാണ്. പരാജയങ്ങൾ എന്തുമാകട്ടെ നമുക്ക് പരിഹരിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സാധ്യത. നമ്മളത് ഉപയോഗിച്ചില്ല. യേശുവിന് പരിഹരിക്കാൻ കഴിയാത്ത ഏതെങ്കിലും കാര്യമുണ്ടോ? അതിനുവേണ്ടിയല്ലേ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചത്? പരിഹരിക്കുവാൻ കഴിയും. ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നാം സ്വീകരിച്ചതിന് ശേഷമായിട്ട് നാം മനഃപൂർവ്വം അത് പരിഹരിക്കുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. സോൾ ടൈസിൽ നിന്ന് നാം പുറത്തു വരേണ്ടത് ആവശ്യമാണ്. പോണോഗ്രാഫിയിൽ നിന്ന് നാം പുറത്തു വരേണ്ടത് ആവശ്യമാണ്. ആവശ്യമില്ലാതെ സോഷ്യൽ നെറ്റ്വർക്കിന് വേണ്ടി ചിലവഴിക്കുന്ന സമയങ്ങളിൽ നിന്ന് പുറത്തു വരേണ്ടത് ആവശ്യമാണ്. ഫോണിക്കേഷൻ, വിവാഹത്തിന് മുൻപുള്ള വിവാഹ ബന്ധങ്ങൾ, വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒരിക്കലും അത് സംഭവിക്കരുത്. ഇവിടെ ഈ സെക്ഷൽ പാഷനിൽ ഇവിടെ ഫോണിക്കേഷൻ ആണെന്ന് കൂട്ടുക. ഫോണിക്കേഷൻ സംഭവിക്കുന്നു, സെക്ഷൽ പാഷൻ ഉണ്ടായി, വുമൻ ആൻഡ് മാൻ ഉണ്ടാകുന്നു, ഇവർ തമ്മിൽ ലൈംഗിക ബന്ധം ഉണ്ടാകുമ്പോൾ അവർക്ക് ആരാണ് ലീഡർഷിപ്പ്? സൈറ്റാൻ. സൈറ്റാൻ ലീഡർഷിപ്പ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് എന്താണ് പുറപ്പെടുന്നത്? കേഴ്സസ്. ആ കേഴ്സസ് മുഖാന്തരമായിട്ട് മറ്റേത് 1 ബോഡി ആയിരുന്നു, ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്? ബോണ്ടേജ്, ബന്ധനം. ഇതും 1 ബോഡി പോലെ ഒന്നിക്കുകയാണ്. ഇവിടെയും ഇവർ തമ്മിലുള്ള ബന്ധനം, ഒരു ബോണ്ടേജ് ഉണ്ടാകുന്നു. സൈറ്റൻ, കേഴ്സസ്, അവരുടെ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ ബോണ്ടേജ്. ആ ബോണ്ടേജ് ഇവിടെ ഈ സമയത്ത് ഇവർ നഗ്നരാകുകയാണ്. നഗ്നരാകുമ്പോൾ ഇവരുടെ സംരക്ഷണം നഷ്ടപ്പെടുന്നു. സംരക്ഷണം നഷ്ടപ്പെടുമ്പോൾ ആരിവർക്ക് ചുറ്റുമുണ്ട്? ഡീമൺസ്. ഏഞ്ചൽസ് അല്ല, ഡീമൺസ്. ഇതാരായാലും, ഇത് വിശ്വാസിയായാലും പാസ്റ്റർ ആയാലും ആരായാലും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ റിലേഷൻഷിപ്പ്, ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ടാകുന്നില്ല. സ്പിരിറ്റ് അവിടെ ഷ്രിങ്ക് ചെയ്യുകയാണ്. ഹോളി സ്പിരിറ്റ് ഗ്രീവ്ഡ് ആകുകയാണ്. ഈ ആളിന് വീണ്ടും റിസ്റ്റോറേഷൻ ലഭ്യമാണ്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. ഇത് നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇത് ആരാണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുകയില്ല. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കാതെ വരുന്നുണ്ടെങ്കിൽ ഡീമൺസ് ആണ്. ഇയാൾ ഓപ്പൺ ആണ്, നഗ്നനാണ്, പ്രൊട്ടക്ഷൻ ഇല്ല. പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഡീമൺസ് ആണ്. ഏറ്റവും ഡീമോണിക് ആക്ടിവിറ്റീസ് ഈ സമയത്ത് ഭീകരമായി സജീവമായിരിക്കും. ഒരു ബ്ലാക്ക് മാജിക് നടക്കുന്ന സമയത്ത് ഡീമോണിക് ആക്ടിവിറ്റീസ് ഉള്ളതുപോലെ ഈ സമയത്ത് ഡീമോണിക് ആക്ടിവിറ്റീസ് സജീവമാകുമ്പോൾ ഈ 2 പേരിൽ ഡീമൺസ്, ന്യൂമറബിൾ ഡീമൺസ് പ്രവേശിക്കുവാനിട വരും. പിറ്റേ ദിവസം പിന്നെയും ഈ മനുഷ്യൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെയും ആഗ്രഹമാണ്. 1, 2, 3, 4. അപ്പൊ ഇയാൾക്ക് ഇതിന് അഡിക്ഷനായി, പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ഇതാണ് മാരേജിന് പുറത്തുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. അത് മുഖാന്തരമായി ബോണ്ടേജ് ഉണ്ടാകുന്നു. ആ ബോണ്ടേജ് അത് ബ്രേക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. സോൾ ടൈസ് ഉണ്ടാകുന്നു. അവിടെ
ഈ വ്യക്തിയിൽ കേഴ്സസ് വരുന്നു. വ്യക്തിയുടെ കേഴ്സസ് വരുമ്പോൾ പർട്ടിക്കുലർലി അവരിൽ ബോഡി, സോൾ, ഈ രണ്ട് മേഖലയിൽ കേഴ്സസ് വളരെ സ്പഷ്ടമായിട്ട് വെളിപ്പെടുവാൻ ഇടവരും. 1 കൊരിന്ത്യർ അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അത് വിശദീകരിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന് 12 മുതലുള്ള വാക്യങ്ങൾ തന്നെ തുടർന്നുള്ള ഭാഗങ്ങളുമായുള്ള ബന്ധത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പൗലോസ് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ പറയുന്നു, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. ഭോജ്യങ്ങൾ വയറിനും വയർ ഭോജ്യങ്ങൾക്കുമുള്ളത്. എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലാതെയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. കർത്താവ് ശരീരത്തിനും. നിങ്ങളുടെ കരം നിങ്ങളുടെ ശരീരത്തിൽ വെച്ചെന്ന് പറഞ്ഞേ, ശരീരം കർത്താവിനുള്ളത്, എൻ്റെ ശരീരം കർത്താവിനുള്ളത്, കർത്താവ് ശരീരത്തിനുള്ളത്. ശരീരം ദുർനടപ്പിനല്ല, കർത്താവിനുള്ളത് അത്രേ, കർത്താവ് ശരീരത്തിനും. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു. ഇത് ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യം. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു. നിങ്ങളുടെ കണ്ണ്, കയ്യ്, നിങ്ങളുടെ അവയവങ്ങൾ മുഴുവൻ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാകുന്നു എന്നറിയുന്നില്ലയോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങൾ ആക്കുമോ? ഒരു നാളും അരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. നോക്കിക്കേ, അപ്പോൾ ഈ സ്പിരിറ്റ് ടു സ്പിരിറ്റ് നോയിങ് എന്ന് പറയുന്ന മാരേജിലെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ആ വ്യക്തികൾ തമ്മിൽ വൺ ബോഡി ആയിത്തീരുമ്പോൾ അവിടെ സ്പിരിറ്റ്, സോൾ, ബോഡി എല്ലാം ആക്റ്റീവായി അതിൽ പങ്കെടുക്കുകയാണ്. അവരുടെ സ്പിരിറ്റിന്റെ സെന്ററിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ആ സ്പിരിറ്റ് ടു സ്പിരിറ്റ് നോയിങ് ആണ് അവിടെ നടക്കുന്നത്. ദൈവാത്മാവിന്റെ പ്രൊട്ടക്ഷൻ അവർക്ക് ലഭിക്കുവാനിട വരുന്നു. എന്നാൽ ബോഡി ടു ബോഡി ഒരു സെക്ഷൽ പാഷൻ ആണെങ്കിൽ സോളും ബോഡിയുമേ ആക്റ്റീവ് ആകുന്നുള്ളൂ. അതുകൊണ്ട് ഇവരുടെ ശരീരം തമ്മിൽ ഒന്നായി തീരുകയാണ്. അവരുടെ ശരീരം ഒന്നായി തീരുന്നു എന്നറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. ദുർനടപ്പ് വിട്ടോടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദുർനടപ്പ് വിട്ടോടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ ആത്മാവ് കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ഇവിടെ ഈ നിലയിലുള്ള ലൈംഗികത സംഭവിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് നഷ്ടമാകുന്ന പല കാര്യങ്ങളുണ്ട്. അവരുടെ ഒന്ന് സെക്ഷൽ പ്യൂരിറ്റി. അങ്ങനെയുള്ളവ ഫോണിക്കേഷൻ ആകട്ടെ, അഡൾട്ടറി ആകട്ടെ, വിവാഹത്തിന് മുൻപുള്ളതാകട്ടെ ഉള്ള ലൈംഗിക ബന്ധമാകട്ടെ, വിവാഹത്തിന് ശേഷമുള്ള ലൈംഗിക ബന്ധങ്ങളാകട്ടെ, അല്ല എങ്കിൽ മറ്റേതെങ്കിലും ലൈംഗിക ആക്ടിവിറ്റീസ് ലൈക്ക് പോണോഗ്രാഫി അങ്ങനെയുള്ളത് സംഭവിക്കുമ്പോൾ അവർക്ക് ചില നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ലോസ് ഓഫ് സെക്ഷൽ പ്യൂരിറ്റി, അവരുടെ ലൈംഗിക നിർമ്മലത നഷ്ടമാകുന്നു. 2, സെക്ഷൽ ഹോളിനെസ്, അവരുടെ ലൈംഗിക വിശുദ്ധി നഷ്ടമാകുന്നു. 3, അവരുടെ ലൈംഗിക ചാസ്റ്റിറ്റി, സെക്ഷൽ ചാസ്റ്റിറ്റി അവർക്ക് നഷ്ടമാകുന്നു. എന്നാൽ ഇവയെല്ലാം നമുക്ക് യേശുവിൻ നാമത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ഈ കാര്യങ്ങൾ പരിഹരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ നഷ്ടപ്പെട്ട ലൈംഗിക പ്യൂരിറ്റിയെയും സെക്ഷൽ ഹോളിനെസ്സിനെയും ചാസ്റ്റിറ്റിയെയും നമുക്ക് മടക്കി ലഭിക്കുവാനിട വരും. മറ്റൊരു കാര്യം ഇവിടെ സംഭവിക്കുന്നത്, ഈ സന്ദർഭത്തിൽ തന്നെ ഈ വ്യക്തിയിൽ നിന്ന് തിന്മകൾ ഈ വ്യക്തിയിലേക്ക് പ്രവേശിക്കും. ഈ വ്യക്തിയിൽ നിന്ന് തിന്മകൾ ഈ വ്യക്തിയിലേക്ക് പ്രവേശിക്കും. ഈ സമയത്ത് തിന്മകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ നടക്കും. ഈ വ്യക്തിയിൽ നിന്നുള്ള ചില ഗുഡ് ക്വാളിറ്റീസ് ഇപ്പോൾ
ലോസ് ആകുവാനിട വരും. ഈ വ്യക്തിയിലും ഉള്ള ഗുഡ് ക്വാളിറ്റീസ് ലോസ് ആകുവാനിട വരും. അപ്പോൾ ദൈവസന്നിധിയിൽ വന്ന് ഈ കാര്യങ്ങൾ പരിഹരിക്കുമ്പോൾ, നിങ്ങൾ കൗൺസിലിങ്ങിന് പോകുമ്പോൾ കൗൺസിലറുമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുക. സംസാരിച്ച് കഴിയുമ്പോൾ പ്രാർത്ഥനയിൽ നഷ്ടപ്പെട്ട സെക്ഷുവൽ പ്യൂരിറ്റിയെയും സെക്ഷുവൽ ഹോളിനെസ്സിനെയും ചാസ്റ്റിറ്റിയെയും നിങ്ങൾക്ക് മടക്കി ലഭിക്കും. നിങ്ങൾക്കതിനെ തിരിച്ചെടുക്കാം. നിങ്ങളിൽ ഈ ആക്ഷൻ മൂലം പ്രവേശിച്ചിരിക്കുന്ന തിന്മകൾ, ഒരു ബാഡ് ഹാബിറ്റ് ആകട്ടെ അല്ലെങ്കിൽ ഒരു ഡീമൺ ആകട്ടെ, അതിനെ നിങ്ങൾക്ക് പുറത്താക്കാം. പുറത്താക്കിയിട്ട് സാധാരണ നിലയിൽ ഒരു വിശുദ്ധ ജീവിതം കേടുവരാതെ നയിക്കുവാൻ കഴിയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നിലയിലുള്ള ബന്ധങ്ങളുടെ കോൺസിക്വൻസസ് ഞാൻ പെട്ടെന്നൊന്ന് പറയുന്നു. അത് ഒന്ന് വിതയ്ക്കുക, കൊയ്യുക എന്നത് ആ നിയമം നമുക്കറിയാമല്ലോ, അത് ഇതിൽ പ്രായോഗികമാകുന്നു. സെക്കൻഡ്, ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ആൻഡ് കോൺഫ്ലിക്റ്റ്. നമ്മുടെ വൈകാരിക മണ്ഡലം ആകെ കുലുങ്ങി മറിയും. ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ആൻഡ് കോൺഫ്ലിക്റ്റ്. 3 വളരെ കോമൺ: ഗിൽറ്റ്, കണ്ടംനേഷൻ, ഷെയിം. നാണക്കേട്. ചില സന്ദർഭത്തിൽ എപ്പോഴെങ്കിലും ഇതിനെയെല്ലാം വിശകലനം ചെയ്യുവാൻ, ബോധമുള്ള ഒരു മനുഷ്യനായി വിശകലനം ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ നാണക്കേട്, ഗിൽറ്റ് ആൻഡ് കണ്ടംനേഷൻ. ദുഷ്ടനകത്ത് കയറിയിട്ട് വെറുതെ ഇരിക്കുകയില്ല, ദുഷ്ടൻ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആൻഡ് ഡീമണൈസേഷൻ. ഡീമൺസ് പ്രവേശിക്കുവാനിട വരും. ആൻഡ് ഇനിയും കർത്താവിനദാസൻ സംസാരിക്കാൻ പോകുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അൺഗോഡ്ലി സോൾ ടൈസ്, അതിനെയും ബ്രേക്ക് ചെയ്യുവാൻ കർത്താവിൽ നമുക്ക് അധികാരമുണ്ട്. ഈ മേഖലയിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും. നിങ്ങളുടെ പുരുഷന്മാരോട് മാത്രമായിട്ട് ഞാൻ, സഹോദരിമാരുണ്ടെങ്കിൽ പോലും, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സൂക്ഷിക്കുകയും, ഈ മെയിൽ ഹോർമോൺ ടെസ്റ്റോസ്റ്റെറോണിയം എന്നൊരു മെയിൽ ഹോർമോണാണ്. ആ മെയിൽ ഹോർമോൺ ആരോഗ്യവാനാകുന്ന ഒരു ചെറുപ്പക്കാരനിൽ, 25 വയസ്സുള്ള ചെറുപ്പക്കാരനെങ്കിൽ 48 അവേഴ്സിനുള്ളിൽ ആ ഹോർമോൺ ഫുള്ളാകുവാനിട വരും. നിങ്ങൾ ഈ മേഖലയിൽ സൂക്ഷ്മതയോടുകൂടെ നിങ്ങളുടെ ജീവിതം നയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം വർദ്ധിക്കുന്നതോട് അനുസരിച്ച് ഈ മേഖലയിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കൂടുതൽ ലഭിക്കുവാനിട വരും. അതാണ് കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് പ്രൈവറ്റായിട്ടായിരുന്നുവെങ്കിൽ എനിക്ക് കൂടുതൽ കാര്യം പറഞ്ഞു തരുവാൻ കഴിയുമായിരുന്നു. കർത്താവിൽ ശരണപ്പെടുക. കർത്താവ് നിങ്ങളെ ഏവരെയും ഈ മേഖലയിൽ അനുഗ്രഹിക്കുവാനും സ്വതന്ത്രരാക്കുവാനും ആഗ്രഹിക്കുന്നു. വിവാഹിതരാകാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല കുടുംബജീവിതം കർത്താവ് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. ശേഷിക്കുന്ന ദിവസങ്ങൾ, ശേഷിക്കുന്ന നാളുകൾ നിങ്ങളുടെ ജീവിതത്തെ പവിത്രമായി നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം സ്വർഗ്ഗതുല്യമായി തീരും. ആമേൻ. ഫാമിലി ലൈഫ് സ്വർഗ്ഗതുല്യമായി തീരും. ഭൂമിയിലെ സ്വർഗമായിട്ട് നിങ്ങളുടെ കുടുംബങ്ങളായി തീരും. അങ്ങനെയുള്ള കുടുംബങ്ങളെ കൊണ്ട് നമുക്ക് ഈ ഭൂമിയെ നിറയ്ക്കാം. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. അതരം തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. പ്രശംസയും ദൈവകുഞ്ഞാടും തൻകുരിശും
my story. This is my song. Praising my Savior all the day long. This is my story. This is my song. Praising my Savior all the day long. This is my story. This is my song. Praising my Savior all the day long. This is my story. This is my song. Praising my Savior all the day long. യേശുവൻ സ്വന്തം ഹല്ലേലൂയ. എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ. പഴയതെല്ലാം കഴിഞ്ഞു പോയി. കണ്ടാലും സർവം പുതിയതാ. യേശുവൻ സ്വന്തം ഹല്ലേലൂയ. എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ. പഴയതെല്ലാം കഴിഞ്ഞു പോയി, കഴിഞ്ഞു അവയെ പരിഹരിക്കാൻ. കണ്ടാലും സർവം പുതിയതാ. എനിക്ക് പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. എനിക്ക് പാടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. പാട്ടുകാരൻ പാടിയതുപോലെ പഴയതെല്ലാം കഴിഞ്ഞു പോയി. ഇവിടെ നിങ്ങൾ വന്നതൊരു പുതിയ തുടക്കത്തിന് വേണ്ടിയാണ്, ഇനിയും പഴയതിൽ ജീവിക്കുവാൻ വേണ്ടിയല്ല. എന്തൊക്കെ തകർച്ചകൾ ഇന്നലകൾ വന്നിരിക്കുന്നു എങ്കിലും സകലവും പരിഹരിക്കുവാനുള്ള വഴി കർത്താവിനാൽ നമുക്ക് ലഭ്യമാണല്ലോ. അതിനുവേണ്ടിയല്ലേ യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തവും ചൊരിഞ്ഞത്. അതിനാൽ നിരാശരായി തലതാഴ്ത്തി ബന്ധിക്കപ്പെട്ടവനായി ആരെയും കർത്താവ് മടക്കി അയക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പഴയതിനെ മുഴുവൻ പരിഹരിച്ച് നിങ്ങളെ പുതുപുത്തനാക്കി തീർക്കുവാൻ കർത്താവ് പ്രാപ്തിയുള്ളവനാകുന്നതിനാൽ അവിടുത്തെ ആ സ്നേഹസമ്പന്നമാകുന്ന കരങ്ങളിലേക്ക് ചെന്ന് വീട് കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കാം. സർവം എനിക്ക് പാടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. എനിക്ക് പാടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. എനിക്ക് പാടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും.
പ്രാർത്ഥന ഏറ്റുപറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രാർത്ഥന ഏറ്റുപറയുന്നു. നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയുമായി വലിയ ബന്ധങ്ങളില്ലെങ്കിൽ പോലും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവും വന്നില്ലെങ്കിൽ പോലും ഈ പ്രാർത്ഥന ഏറ്റുപറയുന്നത് എല്ലാവർക്കും വേണ്ടി നിങ്ങളും സഹകരിക്കുക. ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന ഇംഗ്ലീഷിൽ ഞാൻ ആദ്യം വായിക്കുന്നു. നിങ്ങൾ ഓരോ വാക്കുകൾ ഏറ്റുപറയുക. അതിനുശേഷം മലയാളത്തിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ യോഗത്തിന് ശേഷം എന്നെ നേരിട്ട് കാണുക. Father, I come in Jesus' name and acknowledge my sexual sin. I have sinned with my body, my mind, and by doing so, I have sinned against you. Your word says that if I confess my sin, you are faithful and just to forgive my sin and cleanse me from all unrighteousness. I ask you now, Lord Jesus, to forgive me and cleanse me from all the guilt, shame and uncleanness of my sin. Let your living water flow over my soul so that I can feel clean on the inside. From this day onward, I choose to walk in holiness and purity, and to make you Lord of my sexuality and all its expression. In the power of your Holy Spirit, I choose to live in obedience to your holy word in this and every area of my life. I declare that it is my desire to walk with integrity in all dealings with the opposite sex, and that with God's help I will keep my heart clean. In Jesus' mighty name. Amen. ഈ ഡിക്ലറേഷൻ ഓഫ് ആക്സെപ്റ്റിംഗ് മൈസെൽഫ്, അതുകൂടെ നിങ്ങൾ ഇതിനോട് ചേർന്ന് പറയണം. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പാപങ്ങൾ നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെൽഫ് റിജക്ഷൻ ഉണ്ടാകും. ആ സെൽഫ് റിജക്ഷൻ ഒരിക്കലും ദൈവത്തിൽ നിന്നല്ല. ഡിക്ലറേഷൻ ഓഫ് ആക്സെപ്റ്റിംഗ് മൈസെൽഫ്. ഈ പ്രാർത്ഥനയായിട്ട് പറയുക. I am special. God created me for himself, and I thank him for the spirit, soul and body that he gave me. I accept them as a gift from God, and I repent over all wrong attitudes that I have had towards them. I forgive unconditionally every person who has thought, said or done things to or about me that has made me want to reject myself. I dedicate my life afresh to the one who made me, and I rejoice in his goodness. In Jesus' name. Amen. ആ കരങ്ങൾ ഉയർത്തി പിടിക്കുക. പിതാവേ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി യേശുവിൻ നാമത്തിൽ കർത്താവ് നൽകിയ അധികാരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
അവരുടെ ജീവിതത്തിന്റെ മേലുള്ള സ്വാതന്ത്ര്യത്തെ അവരുടെ പ്രാർത്ഥനയിൽ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ യേശുവിൻ നാമത്തിൽ ഇവർ നന്മകളാൽ നിറയട്ടെ, വിശുദ്ധി കൊണ്ട് നിറയട്ടെ, ദൈവികമാകുന്ന നിർമ്മലത കൊണ്ട് അവർ നിറയട്ടെ, ദൈവരാജ്യത്തിൽ പ്രയോജനമുള്ളവരായി അവർ തീരുമാനിടവരട്ടെ. അങ്ങനെ അനുഗ്രഹങ്ങളെ ഞാൻ അവരുടെ മേൽ ചൊരിയുന്നു യേശുവിൻ നാമത്തിൽ.